പോർച്ചുഗീസുകാരുടെ അധീനതയിൽ തന്നെയായിരുന്നു ഈ ചപ്പോറ ഫോർട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഫോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് എന്നറിയുന്നില്ല. എന്താവും റീസൺ എന്താവും? നമ്മളെ മലയാളികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെ നോക്കിക്കേ, പൗരാണികമായിട്ടുള്ള സംഘത്തിൽ ഉൾപ്പെട്ടതാണ്. ഇതൊക്കെ ശരിക്കും സംരക്ഷിക്കപ്പെടണം കേട്ടോ. ടിക്കറ്റ് ഒരാളിൽ നിന്ന് 10-50 വാങ്ങുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയൊക്കെ ഒരു സമയത്ത് റിച്ചായിട്ട് ഇവിടെയൊക്കെ ജീവിച്ച ആളുകളുണ്ടാവുമല്ലോ. ഇവിടെ ഇതിൻ്റെ സെൻട്രലായിട്ട് ഒരു ചെറിയ പിന്നെ ഇതെന്താന്ന് നോക്കണല്ലോ നമുക്ക്. ഒരു സ്റ്റാൻഡാട്ടോ. എന്താ ഇത്? നമ്മളെ ഈ കൊടി കഴിക്കൂല, കൊടിമരൊക്കെ വെക്കുന്ന പോലെയുള്ള സംഗതിയാണ്. മാവേലിക്കര HMS. നമ്മളെ മലയാളികൾ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല. ഇവിടെ നോക്കിക്കേ, മാവേലിക്കര HMS. എന്തെങ്കിലും ഉണ്ടാക്കട്ടെ, മലയാളത്തിൽ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ഇവന്മാർ എവിടെ ചെന്നാലും പ്രശ്നമാണല്ലോ. ഇതൊക്കെ ആരെഴുതിക്കുന്നത്? റോഷന എന്റെക്ക് പോയിട്ട് നമുക്ക് എന്റെക്ക് പോയി നോക്കാം. ഇവിടെ വാച്ച് ടവർ എന്നുള്ള രീതിക്കുള്ള വലിയ സംഗതിയൊന്നുമില്ല. അത്യാവശ്യം വലിയ ഫോർട്ടാണ്. നമ്മളെ എന്തിനെ അപേക്ഷിച്ച് അഗോഡ ഫോർട്ടില്ലേ, അഗോഡ ഫോർട്ടിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ ഫോർട്ടാണ്. പക്ഷെ അവിടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ മെയിൻ്റനൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവിടെയൊക്കെ ഒരു സമയത്ത് റിച്ചായിട്ടില്ലേ. നമ്മൾ അഗോഡ ഫോർട്ടത്തെ പറഞ്ഞ പോലെ തന്നെ അങ്ങനെയൊക്കെ ജീവിച്ച ആളുകളുണ്ടാവുമല്ലോ. ഇവിടുന്ന് ബീച്ച് വ്യൂ നമ്മൾ നേരെ അവിടുന്ന് കണ്ട വ്യൂ തന്നെ ആയിരിക്കും. ആ വ്യൂ നമ്മൾ വെറുതെ ഞാൻ അവിടെ പോയിട്ട് കാണുന്നില്ല കേട്ടോ. നമുക്ക് ഈ സൈഡത്തെ കായലിന്ന് വിട്ട് സൺസ്ക്രീൻ തേച്ചിട്ടില്ല. അത് കാരണം ചൂട് നന്നായിട്ട് എഫക്റ്റ് ചെയ്യും. നല്ല മനസ്സിലാവും. എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലട്ടാ ഒരുപാട് ആളുകൾ. ഇവിടെ ഈ ഒരു വാച്ച് ടവർ, അത്യാവശ്യം വലിയൊരു വാച്ച് ടവർ കാണുന്നുണ്ട്. ഇവിടെ കല്ലുകളൊക്കെ എന്തെങ്കിലും തകർക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ പൗരാണികമായിട്ടുള്ള സംഘത്തിൽ ഉൾപ്പെട്ടതാണ്. ഇതൊക്കെ ശരിക്കും സംരക്ഷിക്കപ്പെടണം കേട്ടോ. ടിക്കറ്റ് ഒരാളിൽ നിന്ന് 10-50 വാങ്ങുന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, ഇതൊക്കെ സംരക്ഷിക്കപ്പെടണം. പ്രത്യേകിച്ച് ഗോവയെ പോലുള്ള ഒരു സംസ്ഥാനങ്ങളിൽ എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ചപ്പോറ ഫോർട്ടിൻ്റെ ഈ ഫോർട്ട് നിർമ്മിച്ചിട്ടുള്ളത് 1818 നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാട്ടോ. 1717 തീർച്ചയായിട്ടും നമ്മളല്ല, പോർച്ചുഗീസുകാരനെയാണ്. പോർച്ചുഗീസുകാരുടെ അധീനതയിൽ തന്നെയായിരുന്നു ഈ ചപ്പോറ ഫോർട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഫോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് എന്നറിയുന്നില്ല. എന്താവും റീസൺ എന്താവും? ഇതിൻ്റെ മേലെന്നുള്ള വ്യൂ എൻ്റെ പൊണ്ണ ഒരു രക്ഷയില്ല കേട്ടോ. ഈ കാണുന്നത് അറബിക്കടലാണ്. അറബിക്കടൽ ഇപ്പം നമ്മൾ രാജാവ്. പിന്നെ ഈ റിവർ ഉണ്ടോ, ഇത് നമ്മൾ നേരത്തെ കണ്ടില്ലേ, ആദ്യം ബീച്ചാണെന്ന് പറഞ്ഞത്. അത് തീർച്ചയായിട്ടും മറ്റേ ഇതാണ്. എന്താണ് ആ റിവറിൻ്റെ പേര്? ചപ്പോറ. ഇതൊരു ചപ്പോറ റിവറോ? ചപ്പോറ റിവർ. അതന്നെ. കിടിലൻ. ഇവിടെന്നുള്ള വ്യൂ രക്ഷിച്ചിട്ടുണ്ട്. ഒരുപാട് വിദേശികളൊക്കെ കണ്ടാ, ഒരുപാട് വിദേശികൾ, മലയാളികൾ. ഇപ്പോൾ നമ്മളെ തിരുവനന്തപുരത്തുള്ള കുറച്ച് ടീം വന്നിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം അവിടെ നിന്ന് ഒരാളുകൾ എത്തുന്നുണ്ട്. അവർ ഒരാഴ്ചയ്ക്ക് വന്നാന്ന് പറഞ്ഞത്. അവിടെ ബീച്ചിൽ ഇവിടെ ഈ ബീച്ചിൽ പിന്നെ ആക്ടിവിറ്റീസ് കുറവാട്ടോ. എന്നാലും ബോട്ടിംഗ് ഒക്കെ ഉണ്ട്. ഗോവ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ബാഗ ബീച്ച് തന്നെയാണ് മെയിൻ. താഴത്തേക്ക് പോകാനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴത്തേക്കുണ്ട്, അവിടെ ആളുകളൊക്കെ പോകുന്നുണ്ട്. അവിടെ
അവിടെ വേറൊരു ബീച്ച് ഉണ്ടല്ലോ, അത് അപ്പുറത്താ കണ്ട സൈഡിൽ. അവിടെ ആളുകൾ ഇറങ്ങി കുളിക്കുന്നുണ്ട്. ബീച്ചിൽ തന്നെ ബീച്ച് ടൂറിസം. ഗോവ എന്ന് പറയുമ്പോൾ ബീച്ച് ടൂറിസം അത് മാത്രമാണ്. എടാ അങ്ങനൊക്കെ കണ്ടോ, അങ്ങനെ അവിടെ ആളുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അങ്ങനെ ട്രക്ക് ചെയ്ത് ഇങ്ങനെ പോകാം, നല്ല രസമായിരിക്കും. ഡ്രോൺ വീഡിയോ ഒക്കെ ഒരു രക്ഷയുണ്ടാവില്ല, അടിപൊളിയായിരിക്കും. ഒരു ഡ്രോണൊക്കെ വാങ്ങണം, നല്ല റേറ്റാണ്, അതാണ് നോക്കാം. ഏതായാലും ഈ ക്യാമറ വാങ്ങിയില്ലേ, നമുക്കാണോ ഒരു ഡ്രോൺ വാങ്ങാൻ? അങ്ങനെ ട്രക്ക് ചെയ്ത് പോകണോ? വെറൈറ്റി ആയിരിക്കും. ബീച്ച് നമ്മൾ അഞ്ജുണ ബീച്ചിൽ എന്തായാലും പോകണം. അവിടെയാണ് നെക്സ്റ്റ് ബാഗ ബീച്ച് കഴിഞ്ഞാലുള്ള അടിപൊളി നെക്സ്റ്റ് ഒരു സ്പോട്ട്, നെക്സ്റ്റ് ബീച്ച് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അഞ്ജുണ ബീച്ചാണ്.